എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾക്കും നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഉണ്ടാകുന്ന ഈ വെള്ളീച്ച ശല്യമില്ലേ, അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു മരുന്നാണ് കേട്ടോ. ഇത് അടിപൊളിയാണ് ഈ ഒരു സംഭവം. ഞാൻ ഇത് വെച്ചിട്ട് എൻ്റെ പച്ചക്കറിക്കും ചെടിക്കൊക്കെ ഒഴിച്ചിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വെള്ളീച്ച ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും കേട്ടോ. അപ്പോൾ ആദ്യം നിന്ന് നമുക്ക് കുറച്ച് വേപ്പിലയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 3-4 തണ്ട് വേപ്പിൻ്റെ ഇല എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കഷ്ണം കറ്റാർ വാഴയാണ് കേട്ടോ വേണ്ടത്. അതിൻ്റെ ജെല്ലെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. തലേനാളത്തെ കഞ്ഞിയുടെ വെള്ളം, അത് 2 ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വേപ്പിൻ്റെ ഇലയും നമ്മുടെ കഞ്ഞിവെള്ളം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ അരിപ്പ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ഇത് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വിനീഗറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ, നമുക്ക് ചെറുനാരങ്ങ മാത്രം ഉണ്ടായാലും മതി. അപ്പോൾ വിനീഗർ ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളം, ഞാൻ 1/2 കപ്പ് കഞ്ഞിവെള്ളം എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വെള്ളവും കൂടെ മിക്സാക്കി നല്ല പോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഈ മരുന്നൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ പച്ചമുളകിനും നമ്മളെ മറ്റുള്ള പച്ചക്കറികൾക്കും നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളീച്ച ശല്യം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത്. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഞാനത് ആ സ്പ്രേ ബോട്ടിലേക്ക് അത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്കും പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഏറ്റവും നല്ലത് രാവിലെയോ വൈകുന്നേരമോ എന്നുള്ള സമയങ്ങളിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പച്ചമുളകിനും പിന്നെ നമ്മുടെ പാവയ്ക്കും നല്ല പോലെ വെള്ളീച്ച ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വളരെയേറെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മരുന്നാണിത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വെള്ളീച്ച ശല്യം കാരണം നമ്മളെ പച്ചക്കറിയും എല്ലാം നശിച്ചു പോകുന്നതാണ് കാണാറ്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടാകുമ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ ചെടികൾക്ക് ഇപ്പോൾ മറ്റുള്ള പ്രാണികളൊന്നും വരുന്നില്ല കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട്. തികച്ചും ഇത് നാച്ചുറലായിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് എല്ലാവർക്കും 100% ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. മുമ്പൊക്കെ ആണെങ്കിൽ എൻ്റെ ചെടികൾക്കൊക്കെ ഒരു തരത്തിലുള്ള പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അങ്ങനത്തെ പ്രാണികളൊന്നുമില്ല കേട്ടോ. അതുമല്ല നല്ല ഉഷാറോടെ തന്നെ എൻ്റെ ചെടികളൊക്കെ വളരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ വീട്ടിൽ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെടികൾക്ക് പ്രാണികൾ വന്നു തുടങ്ങുമ്പോൾ ഞാൻ ഈ ഒരു മരുന്നാണ് കേട്ടോ പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ വെള്ളീച്ച ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ വീട്ടിലെ ചെടികളാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. എവിടെ നിന്നൊരു ചെടിയുടെ തൈ കിട്ടിയാലും ഞാൻ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതുപോലെയൊക്കെ നല്ല ഗാർഡനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കുണ്ടോ എന്നെപ്പോലെ ഈ ഒരു സ്വഭാവം? എവിടെയെങ്കിലും പോയാൽ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെടി കണ്ടാൽ അതിൻ്റെ ഒരു കൊമ്പ് പൊട്ടിച്ചിട്ട് വരുന്ന സ്വഭാവം, ആ ഒരു സ്വഭാവം എനിക്ക് പണ്ട് മുതൽക്കേ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു ചെടി ഇഷ്ടപ്പെട്ടാൽ അത് ഞാൻ ചില സമയത്ത് അത് ചോദിച്ചിട്ട് വാങ്ങും കേട്ടോ. അത് എവിടെ നിന്നാണെങ്കിലും ഞാനൊരു കഷ്ണം അല്ലെങ്കിൽ പൊട്ടിച്ചെടുത്തിട്ട് വരും കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവമാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ ചെടികളോട്. ഇതുകൂടാതെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.